പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് കാറ്റഗറിയിലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആധാറിലെയും ലാൻഡ് ഡീറ്റെയിൽസിലെയും പേര് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ആധാറിലെ പേര് ശശികുമാർ എന്ന് വരുന്ന കേസ്, ലാൻഡ് ഡീറ്റെയിൽസിലും അതേ പേരാണ് വരുന്നത്, എക്സാക്ട്ലി സെയിം ആണ്, നമുക്ക് ഉറപ്പായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ആധാർ ഡീറ്റെയിൽസിലെ പേര് ശശികുമാർ എന്ന് വന്നു, ആധാറിൽ ഫുൾ നെയിം ആണ്. ലാൻഡ് ഡീറ്റെയിൽസിൽ ആ പേര് പകുതിയേ ഉള്ളൂ, പാർഷ്യലി മാച്ചിങ് ആണ്. അങ്ങനെയാണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധാറിലെ പേര് പലപ്പോഴും ഫുൾ നെയിം ആയിട്ടായിരിക്കും വരുന്നത്, ലാൻഡ് ഡീറ്റെയിൽസിൽ ഫുൾ നെയിം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഐഡന്റിഫയറുടെ പേര് വരുമ്പോ വോയിസ് കിട്ടുന്നില്ല സാറേ. ലോക്കൽ ഇഷ്യൂ ആയിരിക്കാം. എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ കേസിൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പില് പേര് എക്സാക്ട്ലി സെയിം ആയത് നമുക്ക് ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ പേര് പാർഷ്യലി മാച്ചിങ് ആണെങ്കിലും, കാര്യം ഇവിടെ ഫുൾ നെയിമും ഇവിടെ പാർഷ്യൽ നെയിമും ആണ്, ഫസ്റ്റ് നെയിം മാത്രമാണ് ഉള്ളത്, അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അതുകൊണ്ട് നമുക്ക് അതും റിജക്ട് ചെയ്യണം. ഇനി ജോയിന്റ് ഓണർഷിപ്പ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതിൽ ഇതേപോലെ തന്നെയാണ്, പേര് കറക്റ്റ് ആയിട്ട് വരുന്നതും പേര് പാർഷ്യലി മാച്ചിങ് ആയിട്ട് വരുന്ന കേസുകൾ നമുക്ക് രണ്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി പേര് ഡിഫറെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫാർമറുടെ പേര് രണ്ട് പേരായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനിയാണ് ശരിക്കും നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ, ജോയിന്റ് ഓണർഷിപ്പ് കാറ്റഗറിയിൽ ഈ 3 എക്സാമ്പിൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതായത് ഇവിടെ നമ്മൾ ഐഡന്റിഫയറുടെ നെയിം നോക്കുന്നേ ഇല്ല, ഇവിടെ നമ്മൾ ശരിക്കും ഫാർമറുടെ ഡീറ്റെയിൽസിൽ തന്നെയാണ് ഈ എക്സാമ്പിൾ വരുന്നത്. അതായത് ആധാറിൽ എപ്പോഴും ഒരു പേരേ ഉണ്ടാവത്തുള്ളൂ, ഈവൻ ഒരു മൾട്ടിപ്പിൾ എന്താ പറയാ ജോയിന്റ് ഓണർഷിപ്പ് കേസ് ആണെങ്കിലും അവരുടെ ആധാർ ഡേറ്റയിൽ സിംഗിൾ ഡേറ്റ ആയതുകൊണ്ട് തന്നെ അത് ആ ഓണർ നെയിം ഇൻ ആധാർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ നെയിം ആയിരിക്കും. അപ്പൊ ആ നെയിം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശശികുമാർ മുതൽ പേർ, ഈ മുതൽ പേർ എന്ന് പറഞ്ഞു വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അത് നമുക്ക് റിജക്ട് ചെയ്യണം, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ശശികുമാർ ആൻഡ് 5 others, മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉള്ള കാറ്റഗറിയാണ് ഇത് മൂന്നും. അപ്പോൾ ഈ കാറ്റഗറിയിൽ തന്നെ മൾട്ടിപ്പിൾ ഓണേഴ്സ് മുതൽ പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പേരും ആൻഡ് അതേഴ്സ് എന്നും പറഞ്ഞു കഴിഞ്ഞാലും റിജക്ട് ചെയ്യണം. അതുപോലെ മൾട്ടിപ്പിൾ പേര് ഒരു ഫീൽഡിൽ, ലാൻഡ് ഡീറ്റെയിൽസിലെ ഒരു ഫീൽഡിനകത്ത് ഒരു പേരിന് പകരം മൾട്ടിപ്പിൾ പേര് ചേർത്ത് എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ശശികുമാർ കോമ, രാജേഷ് കുമാർ കോമ, അങ്ങനെ ഡിഫറെന്റ് പേരുകൾ ഇങ്ങനെ കോമ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയോ അല്ലെങ്കിൽ ആൻഡ് ഉപയോഗിച്ച് എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിജക്ട് ചെയ്യണം. അപ്പൊ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിന്റെ റിജക്ട് റീസൺ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, ഡ്യൂ ടു മുതൽ പേർ എന്ന് തന്നെ നമുക്ക് റിജക്ട് ചെയ്യുമ്പോൾ അതിന്റെ റീസൺ കൊടുക്കാം. അതുപോലെ ഈ മൾട്ടിപ്പിൾ പേരുള്ളതാണെങ്കിൽ മൾട്ടിപ്പിൾ നെയിം അറ്റ് ലാൻഡ് ഓണർ നെയിം എന്ന് തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ 3 കാറ്റഗറി, അത് ചിലപ്പോൾ ജെനുവിൻ കേസ് ആയിരിക്കും, എന്നാൽ തന്നെ
ഡീറ്റെയിൽസ് മാച്ച് ചെയ്യുകയാണെങ്കിലോ പാർഷ്യലി മാച്ച് ചെയ്യുകയാണെങ്കിലോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ നെയിംസ് വരുന്ന കേസുകൾ അല്ലെങ്കിൽ മുതൽ പേർ വരുന്ന കേസുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ സർവേ നമ്പർ, ഏരിയ നമ്പർ എല്ലാം മാച്ചിങ് ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും വെരിഫിക്കേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇത് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഗിൻ ക്രെഡൻഷ്യൽസ് പെൻഡിങ് ആയിട്ടുള്ള കേസുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗിൻ റിലേറ്റഡ് ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ട്രിവാൻഡ്രം 2968122. ഇതിൽ 4ാമത്തെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. കാര്യം ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ് യൂസർ ക്രെഡൻഷ്യൽസിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്തോളണം. 0471296822. അപ്പോൾ എന്തെങ്കിലും ലോഗിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഓഫീസ് അവേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അല്ലാതെ വരുന്ന നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിനും വാട്സപ്പ് ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അവിടെ നിങ്ങളുടെ ഇഷ്യൂ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൺസേൺ ടീമിന് ടേക്കപ്പ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടും. അതായത് ലോഗിൻ റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ നമ്പർ വിളിക്കാം. പക്ഷേ ഇഷ്യൂസ് റിലേറ്റഡ് ആണെങ്കിൽ അത് വാട്സപ്പിൽ ആ സ്ക്രീൻഷോട്ടോടെ തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്കത് ടേക്കപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് എൻ്റെ പ്രസന്റേഷനിൽ വരുന്ന നമ്മൾ എന്താ പറയാ ഈ സെഷനുകൾ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഈ സെഷനിൽ കവർ ചെയ്യാം, ഐ മീൻ ഡിസ്കസ് ചെയ്യാം. വൺ ബൈ വൺ ആയിട്ട് ചോദിക്കാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക്.